കമ്മലണിഞ്ഞും ധാവണിയുടെ കോടിയുടുത്തും കൈനീട്ടമൊരുക്കി അത് തന്നെ തല്ലി പഠിപ്പിച്ച് ജീവിക്കുന്ന പോലെയാണ്. അങ്ങനെയാണോ ശരിക്കും? എന്തോന്നത് പാട് പാട് കുറച്ച് നീക്കോ വഴി എനിക്ക് ഞാന് നാളെ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് അല്ല ആൾക്ക് അറിയാം, എന്നിട്ടും പറഞ്ഞോ ഉഴപ്പും പക്ഷെ അതിന്റെ BTS നമുക്ക് ഇറക്കാൻ പറ്റില്ല, കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുമ്പോ സൈലന്റ് ആയിരിക്കുക ഞാൻ ചെയ്യുന്നത്. അതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ചില കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, കൊല്ലവനെ നമ്മുടെ മുറ്റത്തെ മുല്ലേ എല്ലാം കാണുമ്പോ എല്ലാരും പറയുന്നത് എപ്പോഴും ചന്ദ്രക്കുറി വിട്ടടങ്ങണേ. പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ആരാണ് ചെറുത്? അങ്ങനെയാണ് കാണുന്നത്. എന്റെ ഫ്രണ്ട് വഴിയാണ്. ആള് പറഞ്ഞു ഒന്ന് കാണടാ, ഒരു കുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രി വർക്കൗട്ട് ആവണോണ്ട് ആളുടെ കൂടെ ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ആൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, ഉള്ളിൽ ഒതുക്കി വെച്ചേക്കിരുന്നു പണ്ടത്തെ ഇഷ്ടങ്ങളൊക്കെ. ഹലോ ഹായ് നമസ്കാരം, ഇവർക്കും ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഫ്രേ മീഡിയയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് 2 ഗസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന നമുക്ക് ഇവരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നന്ദനയും ജെറിനുമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. നന്ദന ആൻഡ് ജെറി, വെൽക്കം ടു ഇൻഫ്രേ മീഡിയ. ഇപ്പൊ പറഞ്ഞ പോലെ എന്താ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു റീലിലേക്ക് വന്നത്? റീലിലോട്ട് എന്നെ കൊണ്ടുവന്നത് ഇവളാണ്. നന്ദന എങ്ങനെയാ വന്നത്? എനിക്കിത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, അപ്പൊ അങ്ങനെ വന്നതാണ് അല്ലെ. എത്ര നാളായിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് റീൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 6 മാസമൊക്കെ ഉണ്ടാവും. 6 മാസം പോലെ 7-8 മാസം. ഒക്ടോബർ തൊട്ട് കഴിഞ്ഞ 1 വർഷം ആവാറായി. 1 വർഷം ആവാറായി. എങ്ങനെയാണ് ഇപ്പൊ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത്? ഇപ്പൊ നല്ല റെസ്പോൺസ് ആണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. BTS ആണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ നോക്കിയപ്പോ ഞാൻ കണ്ടത് മൊത്തം BTS വേണം എന്ന് പറയും ആൾക്കാർ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാന്നുള്ളത്? അത് എന്റെ ഐഡിയ ആയിരുന്നു. ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാനാണ് ഈ വലിച്ചു കൊണ്ടുപോയപ്പോ ഇത്ര നിങ്ങൾ എല്ലാരും ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഒരു 1-2 റീല് നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ആവണ്ടായിരുന്നു എന്ന് മനസ്സിലായി. വേറെ ആൾക്കാരുടെ കൂടെ ചെയ്തപ്പോഴും അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുടെ കൂടെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ നിങ്ങളുടെ റീൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് സിനിമ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇപ്പൊ അതുപോലെ പാട്ടുകളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സിനിമയിലേക്കുള്ള ഒരു ചാൻസ് എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്, കമന്റില് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ അത് ഡയറക്റ്റ് കോൾ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. ഈ ഇരിക്കുന്ന നന്ദനയാണോ ശരിക്കുള്ള നന്ദന, അതോ BTSൽ കാണുന്ന നന്ദനാണോ ശരിക്കുള്ള നന്ദന? എന്താ ചെറിയ പറയാനുള്ളത്? അതൊരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇരിക്കുന്നതും നന്ദനയാണ്, BTSൽ കാണുന്ന നന്ദന എന്ന് പറയുന്നത് ഞാന് ഉഴപ്പുമ്പോക്കുള്ള നന്ദനയാണ്. അപ്പൊ ആളാണ്, അതാണ് ശരിക്കുള്ള നന്ദന. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ഭദ്രകാളി വേർഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഭദ്രകാളി എന്ന് പറഞ്ഞപ്പോ ഒരു പാട്ടുണ്ടായിരുന്നു നമ്മുടെ, ആശ്രയം നീ തന്നെയല്ല, ഉഷശ്രുതി വാണിയാകും, ഉച്ചയ്ക്ക് കാളി, വൈകുന്നേരം ദുർഗ, അങ്ങനെയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പാട്ടിന്റെ വരി പോലെയാണ്. ഇടയ്ക്ക് നമുക്കറിയില്ല, ചില സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമയൊക്കെ കാണിക്കും. ഷൂട്ടിന്റെ ഇടയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ ഭയങ്കര ക്ഷമയൊക്കെ കാണിക്കും. പക്ഷെ പെട്ടെന്നൊരു മൂഡ് ചേഞ്ച് ഉണ്ട്. ഞാൻ നന്ദനയുടെ ഒരു വീഡിയോ കണ്ട ടൈമില് പാട് അങ്ങനെ എന്തോ കമന്റ് കണ്ടു കഴിഞ്ഞാല് അത് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇല്ല, ഒരുമിച്ച് വായിച്ച് ചുമ്മാ അത്
അത് നല്ല എനിക്ക് അതിന്റെ ഒറിജിനൽ വീഡിയോ നല്ല ഭംഗിയുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ അതങ്ങനെ അധികം ഇട്ടപ്പോ കേറിയില്ല. അപ്പൊ BTS ഇട്ടാ കേറുന്നൊരു മനസ്സ് പറഞ്ഞു. അപ്പൊ അങ്ങനെ BTS ഇട്ടു, അങ്ങനെ ആൾക്കാരത് കണ്ടു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ തല്ലി പഠിപ്പിച്ച് ജീവിപ്പിക്കുന്ന പോലെയാണ്. അങ്ങനെയാണോ ശരിക്കും? അതെ അതെ. അതെ BTS കണ്ട പോലെ തന്നെ അതിലും മാരക വെർഷൻസ് ഉണ്ട്. ഇപ്പൊ ചിലതൊന്നും നമുക്ക് കണ്ടിട്ടില്ല. അങ്ങനെയാണോ? ഒരു വീഡിയോ എന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു BTS പക്ഷെ അതിന്റെ BTS നമുക്ക് ഇറക്കാൻ പറ്റില്ല, കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു മുത്താരം മുത്തുണ്ട്, അതില് ഡാൻസ് ആയിരുന്നു. ഡാൻസ് എനിക്കിപ്പോ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഒപ്പിച്ചൊക്കെ കളിക്കുന്നു. അപ്പൊ അതിലൊക്കെ ഭയങ്കര വഴക്ക് കേക്കൊക്കെ ചെയ്യും. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്മയൊക്കെ അല്ലെങ്കിൽ ചേച്ചിയോ അമ്മയോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു അനിയത്തിനെ അങ്ങനെയൊക്കെ വഴക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു വഴക്ക്, അതുകൊണ്ട് അത്രയും ഫീൽ ആവത്തില്ല. നമ്മളെ ബെറ്റർ ആക്കാനുള്ള ഒരു ഇതാണെന്നുള്ള നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഒരു സ്നേഹപ്രകടനം. ഓക്കെ, ഇപ്പൊ ശരിക്കും BTS കാണുമ്പോഴും നിങ്ങൾ ഒറിജിനൽ വീഡിയോ കാണുമ്പോഴും എൻറ്റയർലി ഡിഫറെന്റ് ആണ് രണ്ടും. ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ? ക്യാരക്ടറിന്റെ ആയിരിക്കണം, കാരണം അതിലിപ്പോ അഭിനയിക്കുകയാണ്. BTS ഒറിജിനൽ ഞങ്ങളാണ്. ശരിക്കും നിങ്ങൾ അതില് ഇങ്ങനെ സൈലന്റ് ആയിരിക്കാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ചില കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, കൊല്ലവനെ. അപ്പൊ അതൊരു രസമായിട്ട് ഫണ്ണായിട്ടാണ് ആൾക്കാർക്ക് ഫണ്ണ്. പക്ഷെ BTSന് വേണ്ടിയിട്ടൊന്നും ഞങ്ങള് ചെയ്തിട്ടില്ല. ഇപ്പൊ ആൾക്കാർ ചോദിക്കണ്ട് ഇപ്പൊ എന്ത് വീഡിയോ BTS മതി എന്നൊക്കെ പറയാ. കിട്ടണില്ല. ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു, അത് നാച്ചുറൽ ആയിട്ട് അങ്ങ് വന്നു പോകുന്നതായിരുന്നല്ലോ. അതെ അതെ ആൾക്കത് ശീലമായി. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പൊ അതിന്റെ ആയിരുന്നു അത് BTS കിട്ടിയതും. ഇപ്പൊ മിക്ക റീലുകളും പബ്ലിക്കിലാണ് ഷൂട്ട് ചെയ്യുക. അതെ, അപ്പൊ അതിന്റെ ഒരു നാണം ചമ്മലായിരുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം ഇല്ല, ആൾക്കിപ്പോ ഒരു മാർക്കറ്റിൽ പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തെ മുല്ലയില്ലേ, ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റി ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ്. ഇല്ല, അത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാനായിരുന്നു അത് വീഡിയോ എടുത്തോണ്ട്. ഇപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ബോട്ടിന്റെ അവിടെ. പക്ഷെ അവര് ഭയങ്കര കോർപ്പറേറ്റ് ആണ്. അവര് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് അവർ നിന്നത്. ഞങ്ങൾ എടുത്ത് മറ്റേ വൈപ്പിൻ ഹാർബറിലാണ്. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, കാരണം അവര് ബോട്ടിൽ മാത്രം എന്തോ കയറണതിന്റെ എന്തോ ഒരു പ്രശ്നം മാത്രം പറഞ്ഞു. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായില്ല. പക്ഷെ അവര് ഭയങ്കര കോർപ്പറേഷൻ. അടിപൊളിയായിരുന്നു. ഇതില് നിങ്ങൾ ചെയ്തിട്ട് അയ്യോ പണി പാളിയിട്ട് റിഗ്രറ്റ് അടിച്ച് ഡിലീറ്റ് ചെയ്ത എന്തെങ്കിലും വീഡിയോ? അങ്ങനെയൊന്നും ആളത് ചെയ്യില്ല. ആൾക്കത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അതിലൊക്കെ ഭയങ്കര എന്താ പറയാ പ്ലാൻഡ് ആണ്. ആള് ഭയങ്കര അതില് നിർബന്ധ ബുദ്ധി, അത് വർക്കൗട്ട് ആക്കണം. ഇപ്പൊ ഭയങ്കര മഴയായിരിക്കും നമ്മൾ ഇറങ്ങുമ്പോ, എങ്കിൽ പോലും ഇല്ല മഴ മാറും, ആ സമയത്ത് മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പൊ ഞാന് നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കണത്. ഞാൻ നെഗറ്റീവ് അറിയാറില്ല. അത് ഞാനിപ്പോ മഴയാണ് പോണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മാറും, ആ സമയം മാറും, അതില് വീഴും. ഇല്ല പിന്നെ നമ്മള് പിന്നെ വാദിക്കാൻ നിക്കത്തില്ല. പക്ഷെ എന്ത് ആ സമയമാകുമ്പോ ഭയങ്കര പറ്റിയ ലൈറ്റ് തന്നെ വരും. ഒരു പ്രാവശ്യമൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗോൾഡൻ അവർ ആംബിയൻസിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് സമയത്തിന് തീരും എടുത്ത് പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ആള് വിചാരിച്ച ലൈറ്റ് ആ സമയത്ത് കിട്ടാം. അങ്ങനെയൊക്കെ ഒരു ദൈവാനുഗ്രഹമൊക്കെ ഉണ്ട്. മിക്കറിയില്ല, അത് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ മാറും. ഒരു പ്രാവശ്യം മാത്രമാണ് ഭക്തി എല്ലാ റീലും ഉണ്ട്. എന്താ എല്ലാം കാണുമ്പോ എല്ലാരും പറയാം എന്തേ പോയി ചന്ദനക്കുറി ഇട്ടടങ്ങുന്നത്. ഇഷ്ടാണ് ചന്ദനക്കുറി ഇട്ടിട്ട് രസല്ലേ. ചില സമയത്ത് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ വരും, ജീൻസും ടോപ്പ് ഇട്ടാലും ചന്ദനക്കുറി. എന്നിട്ട് ഒരു പൊട്ടുണ്ടാവും. എന്നിട്ട് ഏതൊരു കഴിഞ്ഞ റീലിലും ഇച്ചിരി മോഡേൺ ഡേസില് മറ്റേ 2020 പാട്ട് ചെയ്തപ്പോ അതില് കമന്റുകൾ ഉണ്ടായിരുന്നു. ആണല്ലേ, ഓക്കെ. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം കേട്ടോ, ഡ്രസ് കളക്ഷൻസ് ഒക്കെ എങ്ങനെയാ? ഇല്ല, അത് പഴയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊറേ സാരി, അതുപോലെ അമ്മാമ്മയുടെയും ആന്റിമാരുടെ ഒക്കെ സാരി പഴയ റീൽസ് ആണ് കൂടുതലും റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പഴയ ടൈപ്പ് സാരികളും പോയി തപ്പിയെടുക്കും. എങ്ങനെയൊക്കെ തപ്പിയെടുക്കും പോയിട്ട്, തരുമോ അത് തരുമോ ഇത് തരുമോ എന്നൊക്കെ ചോദിച്ച്.
നിങ്ങൾ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയ ഒരു വീഡിയോ ഏതായിരിക്കും? BTS ഒക്കെ ഉൾപ്പെടെ ഫണ്ണായിട്ട് ഞങ്ങള് ചെയ്ത റീല് ഫണ്ണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻജോയ് ചെയ്തതാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത റീൽ ഏതാ? ഞങ്ങൾ എല്ലാ റീലും എല്ലാവരും എൻജോയ് ചെയ്യണം. ഒന്നാടും കേറി ഏറ്റവും ഇഷ്ടമുള്ളതാണ് സ്വയംവര ചന്ദ്രികയുടെ. നല്ല ഓർമ്മകളുള്ളത് ഒക്കെ എടുത്തോണ്ട് പോകാൻ പറ്റുന്നൊക്കെ മറ്റേ സ്വയംവര ചന്ദ്രിക, അതൊക്കെ രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഫേവറേറ്റ് അതാണ്. ഒരു മുത്തം തേടി എന്ന് പറഞ്ഞിട്ട് അതാണ് എന്താ പറയാ ഞങ്ങൾ ചെയ്തതില് ഭയങ്കര ഒരു ഫേവറേറ്റ് റീലായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇതേപോലെ തല്ലി പഠിപ്പിച്ചാണ് ചെയ്യിപ്പിച്ചത്. ഒരുപാട് ടൈം സമയം എടുത്ത്. ആൾക്കാണെങ്കിൽ ഡാൻസ് അധികം ഒരു ബ്രീത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ആള് തെറ്റിക്കുമ്പോ എനിക്ക് ആൾക്കധികം കളിക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് വിഷമമൊക്കെ വരും. എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്ത് അല്ല ആൾക്ക് അറിയാം, എന്നിട്ടും പറഞ്ഞോ ഉഴപ്പും, ദേഷ്യം വരും. അങ്ങനെയല്ല, അത് കളിച്ചിട്ട് ഇപ്പൊ കൊറേ വർഷമായി. അപ്പൊ ടച്ചും വിട്ട് ഇപ്പൊ പഴയ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ, അതിന് ക്യാമറയിൽ ഇതിൽ കാണുമ്പോ എങ്ങനെയാ വരിക, അങ്ങനെയൊക്കെ. ഇപ്പൊ നിങ്ങളുടെ റീല് കാണുന്ന പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ആരാണ് ചെറു? ഇവൾക്ക് ആരാണ്? വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, റീൽ പാർട്ട്നേഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നോണ്ട് ആളുടെ കൂടെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ആൾക്കാർക്ക് അതന്നെ, പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ കോംബോ ഇഷ്ടമാണ്. അപ്പൊ ചെയ്തു തുടങ്ങിയ കാലം തൊട്ട് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലി സർക്കിളിലൊക്കെ എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് ജെറിന, ആരാണ് ആളാ, സെറ്റാണോ, നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ. കല്യാണം കിടിക്ക്. അപ്പൊ പക്ഷെ അതിന് ഉത്തരം പറയാറില്ല, ഞാൻ ചിരിച്ചു വിടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും അങ്ങോട്ട് ചെയ്യാനുള്ളതാണ്. റീൽ പാർട്ട്നേഴ്സ് ആണ്, ഒരു പാർട്ണർഷിപ്പിൽ റീൽ ചെയ്ത് പോകുന്നു. എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്നത്? സമയം രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. എങ്ങനെയാ ടൈം ഒക്കെ കണ്ടെത്തുന്നത്? ഇപ്പൊ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് ഇപ്പൊ എടുത്തു തന്നോണ്ടിരിക്കുന്നത്. അവൾക്ക് ഇപ്പൊ ജോലി കിട്ടിയിട്ട് അവൾക്ക് ഇപ്പൊ ലീവും ചില സമയത്ത് കിട്ടാറില്ല. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരു ദിവസം തന്നെ ഒന്നില്ലെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങും. അവളുടെ ലീവ് കിട്ടും, ഒന്നും അടിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചിലപ്പോ 2 റീലൊക്കെ ചെയ്യും. ആളുടെ ഫ്രീ, ആൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് ഉള്ളു. അപ്പൊ ആ ദിവസം നോക്കിയിട്ട് പിന്നെ എന്റെ ഒറ്റയ്ക്കുള്ള വീഡിയോ ആളെടുത്ത് തരും. അങ്ങനെ ഇപ്പൊ പോണത്. പിന്നെ ആരെങ്കിലും ഒക്കെ വരും. പിന്നെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ആരെ എഡിറ്റിംഗ് ഒക്കെ? ഞാൻ തന്നെയാണ്. സൂപ്പർ, ആള് തന്നെയാണ്. അടിപൊളിയാണ്. ഞാൻ ഈ ഒരു ടാസ്ക് തരട്ടെ. ടാസ്കോ? ഒരു റാപ്പിഡ് ഫയർ പോലെ. ശരി, ഓക്കെ. ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ രണ്ടുപേരുടെ? ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ആൾക്ക് ഭയങ്കര ദേഷ്യം കൂടുതലാണ്. അതെ, പെട്ടെന്ന് ദേഷ്യപ്പെടും. അതെന്താന്ന് ഇവനെ കാണുമ്പോ മാത്രമുള്ള ദേഷ്യം ആണല്ലേ? അത് പക്ഷെ നിങ്ങളുടെ റീലിൽ കാണാൻ നല്ല അടിപൊളിയാണ്. അതെ, പക്ഷെ അത്ര ക്ലോസ് ആയിട്ടുള്ളവരോടല്ലേ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. എല്ലാരും പുറത്തൊന്നും പോകുമ്പോ ദേഷ്യമൊന്നും പെടില്ല, പാവാണ്. അയ്യോടാ. ഓക്കെ, പാട്ട് ഓർ ഡാൻസ്? ഡാൻസ്. രണ്ടുപേർക്കും പാട്ട് പാടില്ല? ഇല്ല. ഓക്കെ, ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും വീഡിയോ ആള് നന്നായി പാടും. പഠിക്കാം. ഓക്കെ, ഡ്രാഫ്റ്റിൽ കിടക്കുന്ന വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു? ഇല്ല, ഒന്നുമില്ല. എല്ലാം അങ്ങോട്ട് ഇടും. അല്ലേ? ഓക്കെ. ബിരിയാണി ഓർ ചായ? ബിരിയാണി. ചായ ഇഷ്ടല്ല? ചായ ഇഷ്ടല്ല. ചായ ഇഷ്ടമാണ്, പക്ഷെ ബിരിയാണി ചായ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മമ്മൂട്ടി ഓർ മോഹൻലാൽ? മോഹൻലാൽ. എനിക്ക് ദിലീപിനെയാണ് ഇഷ്ടം. എനിക്കും ദിലീപിനെ ഇഷ്ടം. ലാലേട്ടന്റെ ഒരു മൂവി പറയാൻ പറഞ്ഞ ഏത് മൂവി പറയും? ദേവാസുരം. ഒരു ഡയലോഗ്? ഡയലോഗ് ഉണ്ട്, പെട്ടെന്ന് അയ്യോ ചിന്തിക്കാൻ സമയം ഇല്ല. റാപ്പിഡ് ഫയർ പെട്ടെന്ന്. പുണ്യമാണ് നീ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. കോടി പുണ്യമാണ്. എനിക്ക് ആ സീൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിച്ചൊന്ന് കാണിക്കാം. അമ്മ
ഒരു ടച്ച് ചെയ്ത് ഇട്ടാ മതി. ഇല്ല സത്യമായിട്ട് പറ്റില്ല, അത് ആ റേഞ്ച് പിടിക്കാൻ എങ്ങനെ. ഓക്കെ. ഇപ്പൊ നിങ്ങള് എങ്ങനെയാ കണ്ടുമുട്ടി? അല്ലെങ്കിൽ നിങ്ങള് ഫ്രണ്ട്സ് ആണോ? അങ്ങനെ എന്താ? ഫ്രണ്ട്സ് അല്ല, ഇല്ല ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, ഇതേപോലെ ഒരു മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവിടുത്തെ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പാർട്ടായിട്ട് ഒരു ഇതേപോലെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം അന്ന് ബിഗിനർ ആയിരുന്നു, ഒരു വർഷം മുമ്പ്. അങ്ങനെയാണ് കാണുന്നത്, എന്റെ ഫ്രണ്ട് വഴിയാണ്. ആള് പറഞ്ഞു ഒന്ന് കാണടാ, ഒരു കുട്ടിയുണ്ട്. കാരണം ഞാൻ ഈ സാരിയും അപ്പൊ ആള് ചെയ്തോണ്ടിരുന്ന അങ്ങനത്തെ അല്ല, ആൾക്ക് ഒരു മോഡേൺ പെൺകുട്ടി തന്നെയായിരുന്നു ആവശ്യം. നമ്മൾ മോഡേൺ എല്ലാ വെർഷനും നോക്കിയിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓൺ വോയിസ് കണ്ടന്റ് ചെയ്യുന്ന ആരെങ്കിലും വോയിസ് ആക്ടിങ് കൂടി ഉള്ളതുകൊണ്ട്, അപ്പൊ ആളാണെങ്കിൽ റീക്രിയേഷൻസ് ചെയ്തോണ്ടിരുന്നത്. ആളുടെ ആക്ടിങ് വലിയ താല്പര്യം അപ്പൊ കാണാടാ. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ നിർബന്ധപ്രകാരമാണ് അവന്റെ വൈഫും ഇവരായിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു പ്രാക്ടീസിന്റെ സമയത്താണ് ഞാൻ പോയത് കണ്ടത്. അങ്ങനെ കണ്ടപ്പോ പരിചയം. അപ്പൊ ആളന്ന് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ പറഞ്ഞു, ഞാൻ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആളെ ഒരു മടിയില്ലാതെയാണ് മുമ്പിൽ അഭിനയിച്ച് ഒരു സീൻ വോയിസിൽ തന്നെ. അഭിനയിക്കാൻ പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിരുന്നു. അപ്പൊ തന്നെ പിന്നെ ഞാനപ്പോ ഒരു സംഭവം ഇതില് ക്യാരക്ടർ ആള് പറ്റിയ ആളാന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ട ആള് അസാധ്യ. എന്താന്ന് അഭിനയിച്ചേ അന്ന് മറ്റേ മീശമാധവന്റെ ഒരു സീനാണ്. മീശമാധവൻ മാധവനാരെ എന്താ അതായത് ശരിക്കും ഇഷ്ടാണോന്ന് ശരിക്കും അതൊക്കെ ചെയ്യുക. ഓഡിയോ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു ഹോട്ടലില് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഇതേപോലെ പെട്ടെന്ന് ഓർമ്മ ഇതേപോലെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആള് അപ്പാണ് ഓൺ ദ സ്പോട്ടിൽ ചെയ്ത് ആൾക്കാർ നോക്കി തിരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇതിപ്പോ കൊറേ പേര് കാണുന്നില്ല. അയ്യോ, അപ്പൊ നിങ്ങളുടെ റീൽ എത്ര പേരെ കാണുന്നേ? പക്ഷേ മാതാവിന് ശരിക്കും ഇഷ്ടം അതാണോ? സെറ്റാക്കി തരാം. ഓക്കെ. ഇപ്പോ കൂടുതലായിട്ടും കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങള് ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുകയാണല്ലോ, എന്തുകൊണ്ട് ഹിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കല്ലാതെ അറിയില്ലാത്തത് നമ്മളല്ലേ കാണുന്നേ, നമുക്കറിയാലോ. പക്ഷെ പറഞ്ഞോ, എല്ലാ ആൾക്കാർ പോകുമ്പോ അങ്ങനെ ആളെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നാള് ലൊക്കേഷൻ ഒക്കെ നോക്കി ഞങ്ങള് ഇവിടെ ആതിരപ്പള്ളിയിലൊക്കെ പോയപ്പോഴത്തേക്കും അവിടെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലുലുവില് വെച്ചിട്ട് ഒരാള് മോളിന്ന് ഓടി വന്നിട്ടാണ് നന്ദന ഞാൻ ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ നന്ദനയ്ക്ക് തോന്നി? സന്തോഷം തോന്നി. അത് ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ. അത് ഒരു പ്രാവശ്യം കണ്ടത് ഫാമിലിയാണ്, അമ്മ മക്കള് 3 മക്കളൊക്കെ ആയിട്ട് വലിയ കുട്ടികളെ. അപ്പൊ വയസ്സായ ഒരു അമ്മയായിരുന്നു. അമ്മ ആദ്യം മോളാണ് കണ്ടത്. മോള് കണ്ടിട്ട് അമ്മയെ നോക്കിയ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ മോളെ എന്നിട്ട് അടുത്ത ഏറ്റവും ഇളയ കുട്ടീനെ വിളിച്ച് കാണിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മുമ്പിൽ വെച്ചതാണ്. അപ്പൊ ആളിതാ ഓൾറെഡി ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പരിചയപ്പെട്ട കാലം തൊട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെ ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിപ്പോ ഏതൊരു ഒരു പരിപാടിക്ക് വേണ്ടിട്ട് പോയതാണ്. ആളുടെ ഒരു ഷൂട്ടിന്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഒരു സിനിമ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ തിരിച്ചറിഞ്ഞ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കും എന്നെ അതേപോലെയൊക്കെ തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞൊരു മാസം വേണ്ടി വന്നോളൂ, അപ്പോഴേക്ക് നടന്നു. ഇനിയിപ്പൊ കുറച്ചും കൂടി അറിയും. സിനിമ ആൾക്ക് അധികം ആഗ്രഹം വന്നിട്ടില്ല. സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് ട്രൈ ചെയ്യുന്നില്ല. മറ്റേ ചേട്ടനോ പറഞ്ഞിരുന്നോ ട്രൈ ചെയ്യൊക്കെ പറഞ്ഞായിരുന്നു. അല്ല, നന്ദനയുടെ വരുന്ന കമന്റ്സ് മൊത്തം എങ്ങനെയാണ്? സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ, ഇനിയും സിനിമയിൽ അവസരങ്ങൾ കിട്ടട്ടെ എന്നൊക്കെയാണ്. ആളുടെ യഥാർത്ഥ ആക്ടിങ് റേഞ്ച് ഇപ്പൊ ഈ കാണുന്ന റീൽസിലുള്ളതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ കണ്ടന്റ് ഷൂട്ട്, അത് പക്ഷെ റിലീസ് ആകാൻ പറ്റില്ല, അതിന്റെ ചെറിയ ഇഷ്യൂസ്. അത് ഇതേപോലെ തന്നെ സ്റ്റോറി ബേസ്ഡ് ഒരു 2 ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ഒരു സ്റ്റോറി ബേസ് ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ചെയ്യേണ്ട ഒരു സാധനമാണ്, ഭയങ്കര റേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു. അപ്പൊ കാരണം വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഒരു സീൻ, ഒരു പെർട്ടിക്കുലർ സീനാണ്, അതിങ്ങനെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോൾഡൻ അവറിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയാക്ട് ചെയ്യേണ്ട സീനാണ്. ഞാനിങ്ങനെ നറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ചുറ്റുള്ള എല്ലാരും ഭയങ്കര ക്രൂ ഒക്കെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്, എല്ലാരും ഫോക്കസ്ഡ് ആണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആളൊരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ക്ലാപ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് റീപ്ലൈ ചെയ്ത് കണ്ടു. ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടെ തിരിച്ചുണ്ടപ്പോ എല്ലാരും വന്നിട്ട് അതുപോലെ തന്നെ ക്യാമറ നോക്കുന്നു. നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ക്രൂവില് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ഒരാൾ കൈയടിക്കുന്നുണ്ട്, ഭയങ്കര ഭയങ്കര ആക്ടിങ്. അപ്പത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ആള് ഒന്ന് മോൾഡ് ചെയ്തെടുത്ത സെറ്റാണ്, പക്ഷെ മോൾഡ് ചെയ്ത് വരണം. പക്ഷെ ആൾക്ക് ഓൺ വോയിസ് അത് അത്ര കംഫർട്ട് അല്ല. ഞങ്ങളിപ്പോ പലപ്പോഴും ഇപ്പൊ ലാസ്റ്റ് ഏതൊരു ആപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഓൺ വോയിസ് കണ്ടന്റ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ സിനിമയിലെ ഡയലോഗ് ഒരു സീൻ എടുത്തിട്ട് അതിലേക്ക് ബ്ലെൻഡ് ചെയ്തത്. അപ്പൊ ഓൺ വോയിസ് ഞങ്ങള് മറ്റേത് ഡബും ചെയ്ത് നോക്കി, ഓൺ വോയിസ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഓൺ വോയിസ് ഇഷ്ടപ്പെട്ടു, അപ്പൊ അതങ്ങനെ ഇട്ടു ഓൺ വോയിസ്. അപ്പോഴാണ് തോന്നുന്നത്. പക്ഷെ അത് ആൾക്ക് ഒരു എന്താ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആളുടെ ഒരു ഇത്, അതിലാണ് ആൾ കംഫർട്ട് ആയിട്ട്. നന്ദന ഭയങ്കര സൈലന്റ് ആണോ? വയലന്റ് ആണോ? അല്ലല്ല, ആള് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. ഏതൊരു സ്ഥലത്തും ക്രൗഡിലും ഇപ്പൊ ഞാൻ ആദ്യം ചെല്ലുമ്പോ ഞാൻ ആളെ ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണ പോലെയാണ് പോയത്. പക്ഷെ അവിടെ നടന്ന എന്റെ സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് എങ്ങനെയാണ് ഞാൻ അഭിനയിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചെയ്തോണ്ടിരിക്കുന്ന ആള് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ ക്യാമറ നടക്കുമ്പോ കോപ്രായങ്ങള് കാട്ടാം. അതാണ് എല്ലാത്ത സമയത്തും കറക്റ്റ് എനിക്ക് വേണ്ട എന്താന്നൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ സമയത്തും എന്തൊക്കെയോ കാട്ടും. അപ്പോഴാണ് ഈ ദേഷ്യം വരുന്നത്, ഒച്ചെടുക്കണതും. ഇപ്പൊ ഒന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ പറ്റും? അതങ്ങനെ നേരെ തിരിച്ചു പറയാന്ന്. ഇപ്പൊ നന്ദനയല്ലേ ചെയ്യാണ്ടിരിക്കുന്നല്ലേ? ഇതിപ്പോ എന്താന്നറിയില്ല. ആള് ഞാൻ കണ്ടേക്കുന്നത് അങ്ങനെ നാണം ഗുണിങ്ങ അങ്ങനെ ഒരാളല്ല. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാം കൊണ്ടും. ഒരു നല്ല എന്താ പറ്റി ഇപ്പൊ എല്ലാം എന്താ ചോദിച്ചാലേ? അയ്യോ, ഞാൻ രണ്ടുപേരുടെ അടുത്തായിട്ടാ ചോദിക്കുന്നത്. ആണോ? ഓക്കെ, ഇനി ജെറിയുടെ കാര്യം പറ. ഇത്രയും നേരം നന്ദനെ പറഞ്ഞല്ലോ, എന്ത് പറയാനാണ്? ഇങ്ങനെ ഇതുപോലെ തന്നെയാണോ? ഇതുപോലെ തന്നെയാണ്. നിങ്ങള് കണ്ടുമുട്ടിയ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആള് പറഞ്ഞു നന്ദനെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് പുള്ളീനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ, അങ്ങനെ തന്നെയായിരുന്നോ? ഇല്ല, എനിക്ക് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് റീൽ ചെയ്യുന്നേക്കാളും കൂടുതൽ ഒരാണുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല, റീല് കാണാൻ ഭംഗി ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചതാണ്, വരുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, ഉള്ളിൽ ഒതുക്കി വെച്ചേക്കിരുന്നു പണ്ടത്തെ ഇഷ്ടങ്ങളൊക്കെ. അതെല്ലേ, അങ്ങനെ വിളിച്ചു. നിങ്ങൾ ചെയ്തിരിക്കുന്നതിൽ ആദ്യം ഫേവറേറ്റ് കൊടുത്തിരിക്കുന്നത് റീൽ ചെയ്താ? ഞങ്ങൾ ഫേവറേറ്റ് സ്വയംവര ചന്ദ്രിക.